ഒരുപാട് നാളായി ചേട്ടൻ പറയുന്നൊരു പരാതിയുണ്ട്. അതായത് നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും പ്രതികൂലമായി ബാധിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. അപ്പോൾ അത് ചേട്ടൻ അന്ന് പറഞ്ഞത് ഞാനിനി പറയുന്നില്ല, ഇതെല്ലാം ബധിരകരണങ്ങളിലാണ് എന്ന് പറയുന്നു. ഇപ്പോൾ അശ്വനി കുമാർ വൈഷ്ണവ് കേന്ദ്രമന്ത്രി ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. 10,370 കോടി മുടക്കി ഇന്ത്യ ഒരു AI മിഷൻ ആരംഭിക്കുകയാണ്. 10 മാസത്തിനാവും അത് പ്രാബല്യത്തിൽ വരും, യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നു. ഇപ്പോൾ അമേരിക്ക പോലും $5,000 കോടി മുടക്കി ഒരു AI മിഷൻ ട്രംപ് പ്രഖ്യാപിച്ചു. ആ ദിവസം തന്നെ ജനുവരി 20 തന്നെ ട്രംപ് ചുമതലയേറ്റ അന്ന് തന്നെ ചൈന ഡീപ്സീക്ക് R1 എന്ന് പറഞ്ഞ ഒരു AI പ്ലാറ്റ്ഫോം, സൗജന്യ പ്ലാറ്റ്ഫോം ഇറക്കി അമേരിക്കയെ ഞെട്ടിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ ഈ പദ്ധതി വരുന്നത്. ഇത് ചേട്ടൻ പറഞ്ഞ ആ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാകുമോ? ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത് പറയുമ്പോൾ സ്വന്തമായ IT ശക്തി എന്ന് പറയുമ്പോൾ അത് ICT ആണ്, ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി. ബേസിക് ഇതിൻ്റെ ടെക്നോളജി നമ്മുടെ ആയിരിക്കണം, ചിപ്പ് നമ്മുടെ ആയിരിക്കണം, ഹാർഡ്വെയർ നമ്മുടെ ആയിരിക്കണം. വേറെ ആർക്കും ഒരു രീതിയിലും അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റാത്തതായിരിക്കണം, നമ്മുടെ ആയിരിക്കണം. ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ EVM ഉണ്ടല്ലോ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അതിൻ്റെ ചിപ്പ് ആരുടെയാണ്? ജപ്പാൻ്റെയാണ്. ജപ്പാനാണ് അത് പ്രോഗ്രാം ചെയ്ത് നമുക്ക് തരുന്നത്. അത് ഒരിക്കൽ പ്രോഗ്രാം ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബേൺ ചെയ്യുമോ അങ്ങനെ എന്തോ പറയും, പിന്നെ അതിൽ തൊടാൻ പറ്റില്ല. അതുകൊണ്ടാണ് EVM അൺടാമ്പറബിൾ എന്ന് എല്ലാവരും, ഞാനടക്കം, പറയുന്നത്. ദിസ് ഈസ് ദ പ്രോസസ്സ് എന്ന് എനിക്കറിയാം. ഒരിക്കൽ കൊണ്ടുവന്ന് സീൽ ചെയ്ത് കഴിഞ്ഞു. ഇലക്ട്രോണിക് സീലിംഗ് ആണത്. ദ മൊമെൻറ്റ് യു ടാമ്പർ അത് കംപ്ലീറ്റ് ഡാറ്റ അങ്ങ് പോകും. EVMൻ്റെ ആരെങ്കിലും എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ നോക്കിയാൽ ആ സെക്കൻഡിൽ കത്തിയല്ല, അതിൻ്റെ ഡാറ്റ അപ്രത്യക്ഷമാകും. അപ്പോൾ ആ ചിപ്പ് പോലും നമ്മൾ ജപ്പാനിൽ നിന്നാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മളുടെ കയ്യിൽ ചിപ്പുണ്ട് നമ്മൾ പറയുമ്പോൾ അത് ആര് തന്ന ചിപ്പ്? ആരുടെയെങ്കിലും ചിപ്പ് വാങ്ങിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അതെ, എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിപ്പ് ഉണ്ടാക്കുന്ന NVIDIAയുടെ ചിപ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. H100S 200S മറ്റാരോ ഉണ്ടാക്കിയത്, 20 അമേരിക്കയുടെയാണ്. അതിലെന്തുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിലവരെന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കയറ്റാൻ അവർക്ക് സാധിക്കുമെങ്കിലോ. ഞാനിത് വായിച്ച് വല്ലാത്ത ആവേശത്തിലായിരുന്നു. മന്ത്രി പറഞ്ഞു 2000 GPU അത് അത്രയും നല്ല കാര്യം, അത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഡീപ്സീക്ക് ഉണ്ടാക്കിയത്. നമ്മുടെ ഈ 20,000 NVIDIAയുടെ ചിപ്പുകളുണ്ട്, നമുക്ക് ഈസിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ ചേട്ടൻ പറയുന്ന പ്രശ്നമുണ്ട്. ഞാൻ അതിലും അഡ്വാൻസ്, എന്തുകൊണ്ടാണ് ആ വാർത്ത പുറത്തു വരാത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചെന്നൈ IIT, അവർ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കം ഇന്ത്യൻ മൊബൈൽ മിലിറ്ററിക്ക് കൊടുക്കും. ഇന്ത്യൻ മൊബൈൽ, ഇതാണ് അവരുടെ അവകാശം. ഇപ്പോൾ ഇന്ത്യൻ മൊബൈലിനകത്ത് എത്ര ഫോറിൻ കമ്പോണൻ്റ് ഉണ്ടാകും എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് ദേ ആർ ഗോയിങ് ടു ഡു ദാറ്റ് എന്ന് അവരുടെ വലിയ കൺസൾട്ടൻറ്റും അതിൽ ലീഡ് ചെയ്യുന്നത് മേജർ ജനറൽ രാജീവ് നാരായണൻ അദ്ദേഹമാണ്. അദ്ദേഹം ഒരു ചർച്ചയിലാണ് ഈ കാര്യം വളരെ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ വി ആർ ഡൂയിങ് സംതിങ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ സമ്മൺ എൽസ്. 100% ആത്മനിർഭർ സാധ്യമല്ല എന്നാണ് നമ്മുടെ ടെക്നോളജി വിദഗ്ധർ പറയുന്നത്. ആരും 100% ആത്മനിർഭർ അല്ല. കുറച്ച് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി, കുറച്ച് അവിടെ നിന്ന് വാങ്ങി, കുറച്ച് ഇവിടെ നിന്ന് വാങ്ങി. അതാണ് ഈ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. ആ സപ്ലൈ ചെയിനിൽ ആരെങ്കിലും ഒരാൾ താമസിച്ചു കഴിഞ്ഞാൽ ഹോൾ പ്രോഡക്റ്റ് താമസിക്കും. നമ്മുടെ തേജസ് വിമാനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ പറ്റുള്ളൂ. ശരി, ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. ബട്ട് നിങ്ങൾ ഈ സപ്ലൈ ചെയിനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോൺ ക്രിട്ടിക്കൽ കമ്പോണൻസ് ആയിരിക്കണം. ക്രിട്ടിക്കൽ കമ്പോണൻസ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതായിരിക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഇനി വരുന്ന, എസ്പെഷ്യലി AI കൂടെ വന്ന സ്ഥിതിക്ക്, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, സെക്യൂരിറ്റി വൈസ് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ക്രിട്ടിക്കൽ കമ്പോണൻസിൻ്റെ കാര്യത്തിൽ ആത്മനിർഭരമായേ പറ്റുള്ളൂ എന്നാണ്
എൻ്റെ സാമാന്യ ബുദ്ധി എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ. ആ. ഇപ്പം നമ്മളിപ്പോൾ ഈ തായ്വാൻ്റെ കാര്യം പറയുന്നുണ്ട്. ലോകത്തിൽ ചിപ്പിൻ്റെ സെമി കണ്ടക്ടർ ചിപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ അവരാണ് ലോകത്തിൽ നമ്പർ 1. ഇപ്പോൾ കോവിഡ് കാലത്ത് ഒരു വലിയ ബ്ലോക്ക് ഉണ്ടായപ്പോൾ ചിപ്പുകൾ വരാത്തതുകൊണ്ട് നമ്മുടെ ഓട്ടോമൊബൈൽ രംഗത്തെ വരെ ബാധിച്ചു. ചെറിയൊരു രാജ്യം, ഐലൻഡ് കൺട്രി ആണല്ലോ തായ്വാൻ. അവർക്ക് പറ്റുന്നത് ഇന്ത്യക്കോ അമേരിക്കയ്ക്കോ ഒക്കെ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഒരു ചിപ്പ് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ടെക്നോളജി ഉണ്ട്, ആൾക്കാരുണ്ട്, കാശുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യില്ല. ചെയ്യാത്തതാണോ? ചെയ്യാത്തതാണ്. ഞാൻ പറയുന്നത് ഗവൺമെൻറ് ഇതിൽ പ്രത്യേക താല്പര്യം എടുക്കണം. മറ്റ് ഇൻഡസ്ട്രിയെ പോലെ അല്ല ഈ ഇൻഡസ്ട്രി. കാരണം ഫാസ്റ്റ് ചേഞ്ചിങ് ആണ്. ഇപ്പോൾ ഒരാൾ മുന്നോട്ട് വന്നിട്ട് ഞാനിത് ഡെവലപ്പ് ചെയ്യാം എന്ന് തീരുമാനിച്ചു എന്ന് വയ്ക്കുക, ഇന്ത്യക്കായിട്ടൊരു വാട്സാപ്പ്. ഗവൺമെൻറ് ഇത് അംഗീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ കഴിഞ്ഞു. നമ്മുടെ ഒക്കെ വാട്സാപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ആളിനെ എനിക്കറിയാം. ബ്യൂറോക്രസിയുടെ മുമ്പിൽ ചുമ്മാ എനിക്ക് ഇപ്പോൾ ഉള്ള വാട്സാപ്പിന് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചിട്ട് നിരുത്സാഹപ്പെടുത്തും. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയുടെ സ്വഭാവം. ഒരു കാലത്ത് ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് വ്യവസായം തുടങ്ങാൻ കേരളത്തിൽ. അപ്പോൾ ഞാൻ തൃശ്ശൂർ SISI സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പോയി. അവരെന്നെ ഉപദേശിച്ചത് അച്ചാറുണ്ടാക്കാനാണ്. ഞാൻ വേറൊരു പ്രോഡക്റ്റിൻ്റെ കാര്യത്തിനാണ് പ്ലാനൊക്കെ ചെയ്ത് പോയത്. അവർ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യുക, അച്ചാറുണ്ടാക്കുക. അച്ചാറുണ്ടാക്കണമെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എന്തിനാ? ഞാൻ അമ്മയുടെ കൂടെ നിന്ന് എൻ്റെ അമ്മ ഒന്നാന്തരം അച്ചാറുണ്ടാക്കുന്നതാണ്. അതൊന്ന് ലാർജ് സ്കെയിലാക്കി കഴിഞ്ഞാൽ അമ്മയുടെ സൂപ്പർവിഷൻ ചെയ്യാവുന്ന കാര്യമാണ്. അതിന് എന്നെ 4 കൊല്ലം കേരള സർക്കാരാണ് എനിക്ക് കാശ് തന്നത് പഠിക്കാൻ. അന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വർഷത്തെ ഫീസ് 360 രൂപയാണ്, ഒരു വർഷം. അങ്ങനെ 4 വർഷം ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഈ 360 കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ എനിക്ക് വേണ്ടി ചിലവാക്കിയതാരാ? കേരളത്തിലെ ജനങ്ങളാണ്. ഞാൻ അവരോട് നന്ദിയുള്ളവനായിരിക്കണ്ടേ? എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞു, എടോ തന്നെ എഞ്ചിനീയറാക്കാൻ 6 ലക്ഷം രൂപ കേരള സംസ്ഥാനം മുടക്കിയിട്ടുണ്ട്, അതിൻ്റെ നന്ദി വേണം. ഞാൻ നന്ദി കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നോട് അച്ചാറുണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. അത് പോട്ടെ, അത് പേഴ്സണലി ഈ വ്യവസായ രംഗം ഇപ്പോഴും ഞാൻ ഈ കഥ യാദൃച്ഛികമായിട്ടിരിക്കില്ല. അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു എപ്പിസോഡായിട്ട് ABCയിൽ ചെയ്യണം മോഹൻദാസ്. കാരണം 1978 മോഹൻദാസ് വ്യവസായം തുടങ്ങാൻ ശ്രമിച്ചപ്പോഴുണ്ടായ അതേ സ്ഥിതിയാണ് ഇപ്പോൾ 2024. ഇപ്പോൾ ജയശങ്കർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും അന്ന് ഇറങ്ങിപ്പെട്ട മോഹൻദാസിനെ പോലെ ഇറങ്ങി പുറപ്പെട്ട ആളെന്നല്ല, അതുപോലെ റോഡിലാവും. അപ്പോൾ ഈ അവസ്ഥ ഗവൺമെൻറ് ഒരു പേട്രണൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. ട്രേഡിനെ ചിലപ്പോൾ പേട്രണൈസ് ചെയ്യും, കയറ്റുമതി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, ഒറിജിനൽ മാനുഫാക്ചറിങ്ങിനെ പേട്രണൈസ് ചെയ്യണം, പൈസ കൊടുക്കണം, പിള്ളേരത് ചെയ്യും. ഇത് ഞാൻ പറയട്ടെ, ഇവിടുന്ന് ഒരാൾ അമേരിക്കയിൽ പോയി അയാൾ വലിയ മിടുക്കനാണ്, ഒക്കെ ചെയ്തിട്ട് അയാൾ ഗൂഗിളിൻ്റെ തലപ്പത്ത് എത്തി. അയാളെ നമ്മൾ ഭാരതരത്ന കൊടുത്ത് ആദരിക്കും. ഇവിടെ ഉള്ള ഭാരതരത്നയുണ്ടല്ലോ, അയാൾ ഏതെങ്കിലും ക്ലർക്കിൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അയാൾ അവസാനിക്കും. വി വിൽ നോട്ട് എൻകറേജ് അവർ പീപ്പിൾ. അതൊരു വല്ലാത്ത ആ മനസ്ഥിതി സർക്കാരിൻ്റെ മാറേണ്ടിയിരിക്കുന്നു. സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഈ കാര്യത്തിൽ ഒരു എന്താ ഔദാസീന്യമാണ് കാണിക്കുന്നത്. വരട്ടെ നോക്കാം. ഇയാൾ ഫിലഡൽഫിയയിലാണ് സാർ. ഇരിക്കുക. അയാൾക്ക് പത്മശ്രീ എത്ര പേർക്ക് പത്മശ്രീ കൊടുത്തു? വിദേശികൾക്ക്. എത്ര പേരുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നു. അയാൾ ഇങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ്, ഇന്ത്യൻ വംശജനാണ്. ഇത് വംശജൻ? അയാളുടെ അച്ഛൻ ഇന്ത്യക്കാരനായിരുന്നു, അവർ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിൽ ജനിച്ചു, അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടുത്തെ പൗര സ്വീകരിച്ചു. അയാൾ ഹീസ് നോ മോർ ആൻ ഇന്ത്യൻ. എന്നിട്ട് അയാൾ മൈക്രോസോഫ്റ്റിൻ്റെയോ ഗൂഗിളിൻ്റെയോ തലപ്പത്തെത്തി കഴിയുമ്പോൾ നമ്മൾ പൊങ്ങച്ചം പറയുന്നു. നമ്മളുടെ ആൾക്കാരെവിടെ? നമ്മുടെ ആൾക്കാർ കോൺട്രാക്റ്റ് പണി ചെയ്തു, മൈക്കാട് പണി ചെയ്യുന്നു സായിപ്പിന് വേണ്ടിയിട്ട്. ഈ TCS, വിപ്രോ, ഇൻഫോസിസ് ഇവരൊക്കെ കോൺട്രാക്റ്റ് പണിക്കാരാണ്. വാർക്കപ്പണി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സിമെൻറ്റ് കല്ല് കാപ്പിയും കൊടുത്തിട്ട് വാർത്ത് സ്ലാബ് ഉണ്ടാക്കട.
ഇതല്ലേ ചെയ്യുന്നത്. പ്രോജക്ട്സ് മുഴുവൻ ഫോറിൻ പ്രോജക്ട്സാണ്. ഇവർ രാപകലില്ലാതെ സായിപ്പിൻ്റെ സമയത്ത് ഇവിടെ പണിയെടുക്കണം. ഇപ്പോൾ സായിപ്പിന് അവിടെ രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ രാത്രി 2 മണിയാണ്. 2 മണിക്ക് നമ്മളുടെ പൗരന്മാർ സായിപ്പിന് വേണ്ടി അധ്വാനിക്കുന്നു. എന്നിട്ട് നമ്മൾ പൊങ്ങച്ചം പറയുന്നു, സായിപ്പിന് വേണ്ടി രാത്രി 2 മണിക്ക് പണിയെടുക്കുന്ന പിള്ളേർ രാവിലെ 10 മണിക്ക് ഭാരതത്തിന് വേണ്ടി എടുക്കും. തീർച്ചയായും ചെയ്യും. ഞാൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഡെഡിക്കേഷൻ്റെ കാര്യത്തിൽ, മിടുക്കിൻ്റെ കാര്യത്തിൽ, ബുദ്ധിയുടെ കാര്യത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ, എൻ്റെ നെക്സ്റ്റ് ജനറേഷനാണല്ലോ ഇപ്പോൾ ഷൈൻ ചെയ്ത് നിൽക്കുന്നത്, അവർ എൻ്റെ ജനറേഷനേക്കാൾ എത്രയോ മേലെയാണ്. എൻ്റെ ജനറേഷൻ പലപ്പോഴും ഞാൻ റേറ്റ് ചെയ്യുമ്പോൾ ഒരു വേസ്റ്റഡ് ജനറേഷനാണ്. കാര്യമായിട്ട് സംഭാവനയൊന്നും ചെയ്യാത്തവരും വലിയ പൊങ്ങച്ചവും വാചകവും അടിച്ച് നടന്നവരും ഒക്കെ ആയൊരു ജനറേഷനാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഓഫ് കോഴ്സ് ഈ അക്രമം, അടിപിടി എന്നൊക്കെ പറയുന്നത് ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. ടി വിയിൽ അവരെ കാണുന്നതുകൊണ്ട് SFI KSU പലയെടുത്ത് അടിക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ നശിച്ചു എന്ന് നമുക്ക് തോന്നും. അങ്ങനെയല്ല. ദേ ആർ എ മൈനോറിറ്റി. മെജോറിറ്റി ആരും കാണിക്കാറില്ല. മിടുക്കന്മാരായ പിള്ളേർ ജോലി ചെയ്യുന്നതിനെ പറ്റി ഒരു ഫീച്ചർ ടി വിയിൽ വരുമോ? ഇല്ല. അവർ സ്വയം പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? അതുമില്ല. കാരണം അവർ ഡെഡിക്കേറ്റഡായിട്ട് അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഈ ബഹളം വെച്ചല്ലോ, നമ്മളുടെ അഗ്നിവീർ പദ്ധതി വന്നപ്പോൾ വലിയ ലഹളയായിരുന്നു. എന്താ സംഭവിച്ചത് അവസാനം? ചെറുപ്പക്കാരെല്ലാം അഗ്നിവീർ പദ്ധതിയിൽ കയറിപ്പോയി. നല്ല ഫസ്റ്റ് ക്ലാസ് ആൾക്കാരായിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഇറങ്ങുമെന്ന് തോന്നുന്നു, 4 വർഷം കഴിഞ്ഞിട്ട്. 4 വർഷം ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പട്ടാളത്തിൽ ചിന്താക്കുഴപ്പമാണ്, ഇവരെ ഇറക്കി വിടണോ, ഷാൽ വി റീറ്റെയിൻ ദം, ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയ്ക്കും മിടുക്കന്മാരാണ്. അപ്പോൾ ട്രെയിൻ ചെയ്ത പട്ടാൾക്കാർ പറഞ്ഞു ഇവരെ 4 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടരുത്, ദേ ആർ ആൻ അസറ്റ്. സോ ഗവൺമെൻറ് അവർ റീതിങ്ക് ചെയ്യുന്നു, എന്തിനാ ഇത്രയും നല്ല പിള്ളേരെ പുറത്തുവിടുന്നത്, എന്തിനാ? ദേ ആർ ആൻ അസറ്റ് ടു ദിസ് മിലിറ്ററി. ആ രീതിയിൽ മിടുക്കന്മാർ നോക്കുന്നുണ്ട്. നമ്മൾ പേറ്റണൈസ് ചെയ്യില്ല. ഞാൻ ഒരു സർക്കാരിനായിട്ടല്ല, സംസ്ഥാന സർക്കാരും ചെയ്യില്ല, കേന്ദ്ര സർക്കാരും ചെയ്യില്ല. ട്രേഡിനെ പേറ്റണൈസ് ചെയ്യും. ഒരു മാള് കേരളത്തിൽ തുറന്നു കഴിഞ്ഞാൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിലെ 13 ഭരണകക്ഷിയും 13 പ്രതിപക്ഷവും ചേർന്ന് 26 പാർട്ടിയുണ്ട്. 26 പാർട്ടിയും തിങ്ങിക്കൂടി. സംഭവം എന്താ? കച്ചവടം അല്ലേ? അതെ. ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് നമ്മുടെ ബ്രോഡ്വേയിലുള്ള കടയെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ബിൽഡിങ്ങിലാക്കി കഴിഞ്ഞാൽ മാളായി. ഇതല്ലേ മാള്, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. മാള മുതലാളിയാണ് നമ്മുടെ വ്യവസായി. അദ്ദേഹത്തെ വ്യവസായി എന്ന് വിളിക്കുന്നത് ശരിയല്ല. അതെ, ട്രേഡറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ സംഭാവനകളോ കഴിവോ കുറച്ച് കാണിക്കാൻ, ബട്ട് നമ്മളുടെ ഗ്രോത്തിൻ്റെ അടയാളം അതല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ മുതലാളി പോലും അത് ക്ലെയിം ചെയ്യാറില്ല. ഞാൻ വലിയ മഹാനാണെന്നും ഞാൻ സമ്പദ് വ്യവസ്ഥ, ഇതൊന്നും അദ്ദേഹം പറയാറില്ല. കാരണം അദ്ദേഹത്തിന് അറിയാൻ ഞാൻ ചെയ്യുന്നത് ട്രേഡാണ്. മാനുഫാക്ചറിങ് എവിടെ? മാനുഫാക്ചറിങ് കാണുന്നില്ല. പിന്നെ നമ്മൾ സർവീസ് സെക്ടർ എന്നൊക്കെ പറഞ്ഞ് ഓമന പേര് നിലം തുറയ്ക്കുന്ന പരിപാടി. അത് ആശുപത്രികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിനർത്ഥം രോഗികൾ കൂടുതലാണെന്നാണ്. വേറെ ഒന്നുമല്ല. രോഗത്തിൻ്റെ ലക്ഷണമാണ് ആശുപത്രി, ആരോഗ്യത്തിൻ്റെ അല്ല. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഏരിയ. ബേസിക് മാനുഫാക്ചറിങ്ങിൽ ശ്രദ്ധിക്കുന്നില്ല. അതാണ് എൻ്റെ പരാതി. അല്ല, ഈ 10,370 കോടി രൂപ AI വേണ്ടി ഒരു മിഷൻ ഉണ്ടാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ ദിശാസൂചിയല്ലേ? അത് അങ്ങനെ ആയി വരട്ടെ. ഇനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്ന് എങ്ങനെയാണെന്ന് ഗ്രൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ 10,000 കോടി നീക്കി വയ്ക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ നാളെ ബജറ്റ് വരുന്നുണ്ട്. അത് മാത്രമല്ല, മന്ത്രി പറഞ്ഞു വിതിൻ 10 months 10 മാസത്തിനകം റിയാലിറ്റിയാണ് എന്ന് പറഞ്ഞു. ആയാൽ സന്തോഷം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അത് റിയാലിറ്റി ആവട്ടെ. എൻ്റെ ഈ തുക മാറ്റി വെച്ചു എന്നൊക്കെ പറയുന്നത് ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. തുക ഇങ്ങനെ മാറ്റി വയ്ക്കാറൊക്കെ ഉണ്ട്. ഏതായാലും IT അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് സൈബർ രംഗത്തേക്ക് ഇന്ത്യ ഒരു തനത് ചുവടുവയ്പ് നടത്താനുള്ള തുടക്കമായിട്ടെങ്കിലും കാണുന്നത്. ഇപ്പോഴും AI എന്ന് പറയുന്നത് ഒരു തമാശ കളിയായിട്ടാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ. AI എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു ചോദ്യം ചോദിക്കും, അതിന് അവന് ഉത്തരം തരും. അത് ഗൂഗിളും തരും, അല്ലെങ്കിൽ ജെമിനി തരും, പടം വരപ്പിക്കും, ChatGPT തരും, പടം വരപ്പിക്കും, കവിത എഴുതും. മലയാള നിഘണ്ടു മുഴുവൻ ഫീഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കവിത എഴുതാം. കാരണം അവൻ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള വാക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് എടുത്തിട്ട്
സുനിലിൻ്റെ കവിതയായിട്ട് പ്രസിദ്ധീകരിക്കും. ഇതൊക്കെ വെറും ലോ ലെവൽ സ്കിൽസാണ്. യൂസ് ഇറ്റ് ഫോർ ഇൻഡസ്ട്രി, യൂസ് ഇറ്റ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ കൺട്രി, യൂസ് ഇറ്റ് ആസ് എ മിലിറ്ററി, യൂസ് ഇറ്റ് ആസ് എ വെപ്പൺ. കീപ് ദാറ്റ് വെപ്പൺ. വെപ്പണിന് രണ്ട് ഇതുണ്ട്. ഒന്ന് നമ്മുടെ കേപ്പബിലിറ്റി, വേറൊന്ന് ഇൻറ്റൻറ്റ്. നമ്മൾ കേപ്പബിളായിരിക്കണം. ഇൻറ്റൻറ്റ് നമുക്കുണ്ടാവില്ല. ചൈനയെ ആക്രമിക്കാൻ നമുക്ക് ഇൻറ്റൻഷനില്ല, പാകിസ്ഥാനെ ആക്രമിക്കാനും ഇൻറ്റൻഷനില്ല. ബട്ട് ഇൻറ്റൻഷൻ നിമിഷ നേരം കൊണ്ടുണ്ടാകാവുന്ന ഒരു സാധനമാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. കേപ്പബിലിറ്റി അങ്ങനെയല്ല, വർഷങ്ങളെടുക്കും ഇത് ബിൽഡപ്പ് ചെയ്യാൻ. അപ്പോൾ കേപ്പബിളായിരിക്കണം നമ്മൾ. ഇൻറ്റൻറ്റ് ഓക്കെ, ഓവർനൈറ്റ് നമുക്ക് ബംഗ്ലാദേശിനെ അങ്ങ് തീർത്ത് കളയാൻ തോന്നിയാൽ തീർത്ത് കളയാൻ പറ്റണം. ക്യാൻ യു ഇൻ്റർഫിയർ വിത്ത് ബംഗ്ലാദേശ് ലൈക്ക് വാട്ട് US ഡിഡ്? ക്യാൻ യു ഇൻ്റർഫിയർ ഇൻ സിറിയ ലൈക്ക് വാട്ട് US ഡിഡ്? US സമർത്ഥമായിട്ട് നോക്കൂ. US-ഉം ഇവരും ഐ തിങ്ക് നമ്മുടെ എർഡോഗാൻ്റെ ഇത് തുർക്കി US-ഉം തുർക്കിയും കൂടെയാണ് ഈ ജൂലാനിയെ വാഴിച്ചിരിക്കുന്നത് സിറിയയിൽ. സോ സിറിയ ഈസ് പ്രാക്ടിക്കലി അണ്ടർ ദ കൺട്രോൾ ഓഫ് തുർക്കി ആൻഡ് US. എന്നാൽ തുർക്കിയും US-ഉം അന്യഥാ ശത്രുക്കളാണ് താൻ. ഇതുപോലത്തെ മാനിപ്പുലേഷൻസ് വളരെ വേഗത്തിൽ നടത്താനും ഒരു ജനതയെ തന്നെ കൺട്രോൾ ചെയ്യാനും എല്ലാം AI എന്ന വെപ്പൺ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി, ഇൻറ്റൻ്റ് അല്ല, കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ, അപ്പോഴേ നിങ്ങൾ കൗണ്ട് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ ആ മായയും കുടിച്ച് പാൽക്കഞ്ഞി എന്ന് പറയും, എനിക്ക് കൊണ്ടുവരാൻ AI എന്ന് പറയാം. ഏതായാലും നമ്മൾ യാത്ര ആ ലക്ഷ്യത്തിലേക്ക് ആവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.